തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിനെ കുത്തിക്കൊന്നു. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ താക്കോൽ കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. രാഹുൽ കൊലക്കേസിൽ 2 പേർ പോലീസ് പിടിയിലാണ്. ഈ ക്രൂര കൊലപാതകത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റിക്ക് സമീപത്താണ് സംഭവം നടന്നത്. രാത്രി 11 മണിക്കാണ് എള്ളുവിള സ്വദേശി രാഹുലും പ്രതികളും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിന് ശേഷം ഇരുവരും കിള്ളിയിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. രാഹുൽ അജികുമാർ, ഉസ്മാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇടയിൽ തന്നെയാണ് ആ പയ്യൻ ഷർട്ട് വരി നോക്കിയത്. ചെറിയ മുറി ശകലമായിട്ട് ബ്ലഡ് വരുന്നോണ്ടിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് പെട്ടുകൊണ്ടിരുന്നിട്ടും അവൻ മറ്റേ പയ്യനെ അടിക്കുകയാണ്. ആ സമയത്ത് അവൻ വീഴുന്നൊന്നുമില്ല. അപ്പൊ മുറിവ് അത്ര കാര്യമായിട്ടൊന്നും ഞാൻ വിചാരിച്ചില്ല. ചെറിയ പ്രശ്നം മുറിവൊക്കെ ആയിരിക്കും. സംഭവത്തിൽ ഉൾപ്പെട്ട രാഹുൽ അജികുമാർ ശ്രീകുട്ടൻ എന്ന വ്യക്തിക്ക് തന്റെ ബൈക്ക് വിൽപ്പന നടത്തിയിരുന്നു. 10,000 രൂപയ്ക്കാണ് വിൽപ്പന ഉറപ്പിച്ചത്. ഇതിൽ 6,000 രൂപ മാത്രമാണ് ലഭിച്ചത്. ബാക്കിയുള്ള 4,000 രൂപ കിട്ടുന്നതിനായി ഇയാൾ ശ്രീകുട്ടനെ ഫോണിൽ വിളിച്ചു. ശ്രീകുട്ടന്റെ സഹോദരിയാണ് ഫോൺ എടുത്തത്. സഹോദരിയോട് രാഹുൽ അജികുമാർ മോശമായി സംസാരിച്ചു. ഈ വിവരം ശ്രീകുട്ടന്റെ സഹോദരി സുഹൃത്തായ രാഹുലിനോട് പറഞ്ഞു. ഇതറിഞ്ഞ രാഹുൽ അജികുമാറുമായും സുഹൃത്ത് ഉസ്മാനുമായും സംസാരിക്കാനെത്തി. പിന്നെ തർക്കമായി. ഇതിനിടെ താക്കോൽ കൂട്ടം കൊണ്ട് രാഹുലിനെ കുത്തി. താക്കോൽ കൂട്ടത്തിനിടയിൽ പേനാക്കത്തി ഉണ്ടായിരുന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.